സാറേ അന്ന് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അന്ന് NSS എടുക്കാനായിട്ട്. അതിൻ്റെ എന്തെങ്കിലും ഒരു സാറിൻ്റെ എന്തെങ്കിലും ഒരു ഐഡിയയോ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാ സ്റ്റോറിയായിട്ട് നീ ചോദിച്ചത് ഞാനൊരു സ്റ്റോറി പറയാം. പണ്ട് എൻ്റെ സാർ എന്നെ പഠിപ്പിച്ച സാർ എനിക്ക് പറഞ്ഞ സ്റ്റോറിയാണ്, റിയൽ ലൈഫ് ലെസൺ. സാറേ 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 ഒന്നേ സാർ സ്കൂളിലോട്ടാണോ? നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? സാറേ അടുത്ത ദിവസം NSSൻ്റെ ലേഖനത്തിൻ്റെ മത്സരമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുത്തേക്കുവാ. അതിനൊക്കിപ്പോൾ അവധി എടുക്കേണ്ട ആവശ്യമുണ്ടോ? സാറേ അതല്ല സാറേ, നാളെ കൊടുക്കേണ്ടതാണ്, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലീവ് എടുത്തത്. അപ്പോൾ സാറിന് വിളിച്ചു നിർത്തി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും പക്ഷി സംരക്ഷണത്തെക്കുറിച്ചുമാണ് നമുക്ക് വിഷയം തന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി എഴുതാനും കിട്ടുന്നില്ല തുടക്കം. അന്ന് സാറിന് അറിയാവുന്ന രീതിയിൽ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല, എന്നാലും എൻ്റെ ജീവിതത്തിൽ നല്ലൊരു സംഭവം ഞാൻ പറയാം. നമുക്ക് പറ്റുമോ നോക്ക്, എന്നിട്ട് അത് എഴുതി നോക്ക്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ +2 പഠിക്കുന്ന കാലഘട്ടം. അന്ന് അച്ഛന് തിരുവനന്തപുരത്ത് നിന്നും പീരുമേട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. ഒപ്പം അച്ഛൻ ഞങ്ങളെയും കൊണ്ടുവന്നു. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്രയും ഒറ്റപ്പെടുന്നത്. ഇവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പതിയെ ഈ ശാന്തതയും പ്രകൃതിയെയും ഞാൻ ആസ്വദിക്കാൻ ആരംഭിച്ചു. പതിയെ ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാവാൻ തുടങ്ങി. അന്നച്ഛൻ ഇവിടെ പാടം മേടിച്ച് കൃഷി ആരംഭിച്ചു. ആദ്യമായിട്ടായിരുന്നു കിളികളെയും മറ്റ് ജീവജാലങ്ങളെയും ഞാൻ ഇത്രയും അടുത്ത് കാണുന്നത്. അതിശയവും ആകാംക്ഷയുമായിരുന്നു അന്നുണ്ടായിരുന്നത്. പാടത്തിൻ്റെ നടുക്ക് ഒരു വീട്ടിൽ ഒരു കിളിക്ക് ഞാൻ എന്നും കൊണ്ടുപോയി വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അന്ന് ആ കിളിയെ അവിടെ കണ്ടില്ല. കാരണം നഗരങ്ങളിലേതുപോലെ തന്നെ ഇവിടവും മനുഷ്യർ നശിപ്പിച്ചു തുടങ്ങിയിരുന്നു. കാണാനില്ലല്ലോ. കിളിൻ്റെ തോയി എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ആ 2 ദിവസം. അന്ന് എൻ്റെ അച്ഛൻ്റെ അത്യാവശ്യത്തിന് വേണ്ടി മരവും വെട്ടി കന്നാക്ഷി വെച്ചു, റബ്ബറും വെട്ടി. അന്ന് ആ പ്രകൃതിയെ നോക്കിച്ച് എൻ്റെ അച്ഛന് തിരിച്ചടി കിട്ടുകയും ചെയ്തു. അതെന്താ സാറേ തിരിച്ചടി കിട്ടിയേ? അന്ന് ആ കളനാക്ഷി അടിച്ചപ്പോൾ ആ പ്രദേശത്തുള്ള തേനീച്ചകളെയും മരം വെട്ടിപ്പോൾ കിളികളെയും ബാധിച്ചു. ആ കൊല്ലം അതുകൊണ്ട് തന്നെ പാടത്തെ വിളവും കുറഞ്ഞു. പിന്നെ ദാരിദ്ര്യത്തിൻ്റെ പടി വരെ എത്തേണ്ടതായിരുന്നു. എനിക്കിത്രേ പറയാനുള്ളൂ.
നിനക്ക് നല്ല ആശയം കിട്ടുന്നുണ്ടെങ്കിൽ നീ എഴുതി നോക്ക്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കഥയാണ്. നീ എന്നെ എഴുതി നോക്ക്, നല്ലതാണോ അപ്പം നോക്കാം. അപ്പം ഇതാണ് സ്റ്റോറി. എങ്ങനെയുണ്ട്? സാറേ അടിപൊളി സാധനം, അത് ഇതിനകത്ത് എനിക്ക് നല്ലൊരു കോൺസെപ്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും സാറിൻ്റെ ലൈഫ് അന്വേഷിച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം നല്ല കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ സപ്പോർട്ട് നോക്കാം. ഓക്കെ സാർ. എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ പേര് ദ പൾസ് ഓഫ് ലൈഫ്, ജീവൻ്റെ തുടിപ്പ്. അങ്ങനെയുണ്ട് സാറേ?